വാഷിംഗ്ടൺ പോസ്റ്റും ഇന്ത്യൻ മാധ്യമങ്ങളും. ഇന്ത്യയിൽ സർക്കാരും വൻകിട കമ്പനികളും തമ്മിലുള്ള അതിരുവിട്ട ചങ്ങാത്തത്തെപ്പറ്റി ഒരു അന്താരാഷ്ട്ര പത്രത്തിൽ വാർത്ത വന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ നാട്ടിലെ മാധ്യമങ്ങൾ മത്സരിക്കുമായിരുന്നു മുൻപ്. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ഒക്ടോബർ 25 വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇങ്ങനെയൊരു വാർത്ത വന്നു, എക്സ്ക്ലൂസീവ് എന്ന മുദ്രയോടെ. ഗൗതം അദാനിയുടെ കമ്പനികളിൽ 400 കോടിയോളം ഡോളർ നിക്ഷേപിക്കാൻ ഇന്ത്യയിലെ സർക്കാർ സംവിധാനങ്ങൾ വഴി LICക്ക് മേൽ സമ്മർദ്ദമുണ്ടായി എന്ന നിലക്കാണ് ഔദ്യോഗിക രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്നറിയില്ല. എന്നാൽ നിതി ആയോഗ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ മൗനം പാലിച്ചു. LICയുടെ പേരിൽ ഒരു നിഷേധക്കുറിപ്പ് ഇറങ്ങുകയും ചെയ്തു. പതിവനുസരിച്ചാണെങ്കിൽ വാഷിംഗ്ടൺ പോസ്റ്റ് വാർത്ത ആ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. വിദേശ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്തു, ടൈം മാഗസിനും ബ്ലൂംബർഗും പോലുള്ളവ അടക്കം. ഇങ്ങ് ഇന്ത്യയിൽ വാർത്തക്കൊപ്പം വരാൻ പാകത്തിലാണ് LICയുടെ നിഷേധക്കുറിപ്പ് വന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് ആധികാരിക രേഖകൾ ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് എഴുതിയത്. എന്നാൽ LICയുടെ നിഷേധമാകട്ടെ ഒരു നാഥനില്ലാ രചനയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇറങ്ങിയ LIC ലെറ്റർ ഹെഡിലുള്ള ഈ നിഷേധക്കുറിപ്പിൽ ആരുടെയും ഒപ്പോ പേരോ ഇല്ല. ആധികാരികതയും നിയമസാധുതയും ഉണ്ടാകണമെങ്കിൽ ഒപ്പും മറ്റും വേണമെന്ന് LICക്ക് അറിയാത്തതല്ല. പക്ഷേ ഈ നിഷേധത്തിൻ്റെ ഉത്തരവാദിത്തമേൽക്കാൻ ആരും തയ്യാറില്ല എന്ന് വേണം കരുതാൻ. രേഖകൾ എടുത്തു പറഞ്ഞുള്ള ആരോപണം, ആധികാരികത ഇല്ലാത്ത നിഷേധം. പക്ഷെ നമ്മുടെ പത്രങ്ങൾക്ക് ഈ നിഷേധം മാത്രമാണ് വാർത്ത. ഇക്കണോമിക് ടൈംസ് ആയാലും ഹിന്ദു ആയാലും ഫിനാൻഷ്യൽ എക്സ്പ്രസ്സോ മിൻറ്റോ മറ്റു മാധ്യമങ്ങളോ ആയാലും ആരോപണം വാർത്തയല്ല, നിഷേധം വാർത്തയാണ്. ഒപ്പില്ലാത്ത നിഷേധക്കുറിപ്പ് എങ്ങനെ ഇറങ്ങി എന്ന് LICയോട് പത്രക്കാർ ചോദിച്ചതായി അറിവില്ല. ഏതായാലും ആരോപണം റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചവർ നിഷേധം വാർത്തയാക്കാൻ തിടുക്കം കാട്ടി. യൂട്യൂബർ സോഹിത് മിശ്ര ചൂണ്ടിക്കാട്ടുന്ന പോലെ ആരോപണം ശരിയെങ്കിൽ വലിയ തുക വരുന്ന പൊതുപണമാണ് അദാനിക്ക് കൊടുത്തത്. മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ ഉയർന്ന, പിന്നീട് ചീറ്റിപ്പോയ 3G കുംഭകോണത്തിലെ പൊതുനഷ്ടം എണ്ണിപ്പറഞ്ഞ മാധ്യമങ്ങൾ LIC ആരോപണത്തിലെ കണക്ക് പറയാൻ പോലും മടിക്കുന്നു. പ്രതിപക്ഷം അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണം ശരിയാകട്ടെ തെറ്റാകട്ടെ, മാധ്യമങ്ങൾ കോർപ്പറേറ്റ് ചങ്ങാത്തത്തിൽ സർക്കാരിനോട് മത്സരിക്കുന്ന പോലെ തോന്നുന്നു. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് Media One വെബ്സൈറ്റ് സന്ദർശിക്കുക.